നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മാസം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് തരാൻ ചാൻസ് ഉള്ള കുറച്ച് കോയിനുകളെ പറ്റിയിട്ടാണ്. ആ കോയിനുകളുടെ ടെക്നിക്കൽ അനാലിസിസും അതുപോലെ തന്നെ അതിൽ എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് അതിൻ്റെ ടാർഗറ്റ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോയിനുകളിലെല്ലാം തന്നെ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോയിൻ ആവണമെന്നില്ല. ലോങ് ടൈമിലേക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള കോയിൻ ആകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, നമ്മൾ ചെറിയൊരു മൂവ്മെൻറ്റിൽ നിന്ന് മാത്രമേ നമ്മൾ ഇന്ന് ടാർഗറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നുള്ളൂ. ചെറിയൊരു മൂവ്മെൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ അതിൽ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് RLC USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഒരു കാര്യം കാണാൻ പറ്റുന്നത്, ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ പല തവണ പ്രൈസ് റിജക്റ്റ് ആവുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാനിവിടെ കുറച്ചുകൂടെ ഇങ്ങനെ ബാക്കിലേക്ക് നീട്ടി വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ മുൻപ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനുശേഷം ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും പിന്നീട് പല തവണ ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസിന് നല്ല രീതിയിൽ റിജക്ഷൻ സംഭവിക്കുകയും പിന്നീട് ഇവിടെ കഴിഞ്ഞ മെയ് മാസത്തിൽ 2021 മെയ് മാസത്തിൽ ഒരു ഓൾ ടൈം ഹൈ ഈ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ആ ഒരു ക്രാഷ് ടൈമിൽ വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ വന്ന് വീണ്ടും അവിടെ ഒരു റിജക്ഷൻ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ ഇപ്പോൾ അടുത്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 19, 20 ആ തീയതികളിലായിട്ട് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു റിജക്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഏകദേശം ആ ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ അവസാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രൈസ് ഇപ്പോൾ. ഓക്കെ, ഇനി ഇതിൻ്റെ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് നമുക്കൊരു ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ പല തവണ പ്രൈസിന് ഒരു റിജക്ഷൻ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഒരു റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ 2 തവണ സംഭവിച്ചിട്ടുണ്ട്, വീണ്ടും ഇവിടെ റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും പ്രൈസ് റിജക്റ്റ് ആയിട്ട് വീണ്ടും ആ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് മൂവ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, അതായത് ഒരു 5.3 എന്ന് പറയുന്നത് ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇത് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പ്രൈസിന് ഇവിടെ റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഇവിടെ റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഇവിടെയും പ്രൈസ് റിജക്റ്റ് ആവുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിന് അടുത്ത് നിൽക്കുന്ന ആ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ പ്രൈസിന് സംഭവിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നമുക്ക് ഒന്നുകിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിൽ സ്റ്റിക് പാറ്റേണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു മൊമെൻറ്റത്തോട് കൂടിയിട്ടുള്ള 2-3 കാൻഡിൽസ് ഇവിടെ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിരിക്കും. അതായത് ഏകദേശം 2.7 അല്ലെങ്കിൽ 2.6, 2.7 ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നമ്മുടെ ടാർഗറ്റ് വയ്ക്കാം, അതായത് 5.2, 5.3 ആ ഒരു ഏരിയയിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയാണ് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുന്നതാണ്. അതായത് 4.2 അല്ലെങ്കിൽ 4.5 ആ ഒരു റേഞ്ച് നമുക്ക് ഒരു ടാർഗറ്റ് 1 ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ മേജർ ആയിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം 66% പ്രോഫിറ്റാണ്. ഓക്കെ, ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ, നല്ലൊരു മൊമെൻറ്റത്തോട് കൂടിയിട്ടുള്ള ഒരു റിജക്ഷൻ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളൊരു എൻട്രി എടുക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് CHR USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് മേജർ ആയിട്ടുള്ള കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് നമുക്ക് ആദ്യമേ തന്നെ കണ്ടുപിടിക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് 2 തവണ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസിന് റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോഴാണ് പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് വരുന്നു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു കീ ലെവൽസ്, ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്
ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് വീണ്ടും നൈസായിട്ടൊന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു അപ് ട്രെൻഡായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ ഇവിടെ ഈ ഒരു ലോ നമുക്കൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടും കണക്കാക്കാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെ നിന്നൊരു റിജക്ഷൻ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സേഫായിട്ട് ഒരു എൻട്രി എടുക്കേണ്ടത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ പ്രൈസിന് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ നമ്മളൊരു എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രൈസ് നിന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ ഏരിയയിലാണ്. നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ ഗോൾഡൻ ഏരിയനെ പറ്റിയിട്ടും ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഈ ഒരു ഗോൾഡൻ ഏരിയയിലായതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്ന് പ്രൈസ് പുറത്തേക്ക് വന്ന് അത്യാവശ്യം നല്ല മൊമെൻറ്റത്തോട് കൂടിയിട്ട് തന്നെ ഒരു ഗ്രീൻ ക്യാൻഡലിലൂടെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളൊരു എൻട്രി എടുക്കേണ്ടത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡൻ ഏരിയയ്ക്ക് താഴെയായിട്ട് വരും. അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇനി നമ്മുടെ ടാർഗറ്റ് എവിടെയാണ് വരിക എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ 0.27 എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ 0.62 എന്ന് പറയുന്ന ലെവലിൽ വയ്ക്കാം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ 0.62നും 0.27നും ഇടയിലുള്ള ഈ ഒരു ഏരിയയിലായിരിക്കും. അതായത് ഏകദേശം ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 45% പ്രോഫിറ്റ് നമുക്ക് ആ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് തന്നെ കിട്ടാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് CHRലുള്ളത്. എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും കൂടി നടത്തിയതിന് ശേഷം മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇതിൽ ഒരു എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് SNX USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. അത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഈ ചാർട്ടൊന്ന് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. സൂം ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ പ്രൈസ് റിജക്റ്റ് ആവുന്ന കാണാനായിട്ട് പറ്റും. ദെൻ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴേക്ക് പോയതിന് ശേഷം ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയ ആക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും ആ ഒരു ഏരിയനെ പ്രൈസ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഇവിടെ പുതിയ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ വീണ്ടും പ്രൈസ് താഴേക്ക് വരുന്നു. ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ പ്രൈസിന് വീണ്ടും റിജക്ഷൻ സംഭവിക്കുകയാണ്. വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോവുകയാണ്. ദെൻ വീണ്ടും പ്രൈസ് താഴേക്ക് വരുന്നു. അഗൈൻ ഇവിടെ ഒരു റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസിന് താഴേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വേറൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ഫോം ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചിട്ടില്ല. ഈ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്യുന്ന സമയത്തെല്ലാം ഇപ്പോഴും പ്രൈസ് റിജക്റ്റ് ആവുന്ന കാണാനായിട്ട് പറ്റും. ഇവിടെ റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം ഈ ഒരു ഏരിയയിൽ റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെ റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെ റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെയും പ്രൈസ് റിജക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസിന് മുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആ ഒരു ട്രെൻഡ് ലൈനും ഇവിടെ ആക്ട് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ എൻഡിലേക്ക് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിലൂടെ ഫോം ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ടാർഗറ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയാസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ പ്രൈസിന് ഒരുപാട് തവണ റിജക്ഷൻ സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതും നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതായത് 10.827നും 11.629 ആ രണ്ട് പ്രൈസിനിടയിലുള്ള ഏരിയാസും അതുപോലെ തന്നെ 14.005ഉം 15.136ഉം ആ രണ്ട് പ്രൈസിനുള്ള ഇടയിലുള്ള ഏരിയാസും ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കാൻ നമുക്കൊരു ടാർഗറ്റ് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 75% പ്രോഫിറ്റ് നമുക്ക് ആയിക്കഴിഞ്ഞു. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 129% പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എത്രയും വലിയ ഒരു പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു SNXൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെ തന്നെയാണ് വെക്കേണ്ടത്. കാരണം ഒരുപാട് തവണ സെല്ലേഴ്സ് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. എല്ലായ്പ്പോഴും ബയേഴ്സ് തന്നെയാണ് ഇവിടെ കൺട്രോളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു
സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് താഴേക്ക് തന്നെ പോകാനാണ് ചാൻസ് ഉള്ളത്. സോ നമ്മൾ ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെ തന്നെ അതിൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് ഈ 2 റെസിസ്റ്റൻസ് ഏരിയാസ് നല്ലൊരു ടാർഗറ്റ് ഏരിയാസ് ആയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തീറ്റ USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഇവിടെയും നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയ ആദ്യം തന്നെ കണ്ടെത്താം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ഏരിയ മുൻപ് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഇവിടെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പ്രൈസ് വീണ്ടും ആ ഒരു ക്രാഷിൻ്റെ സമയത്ത് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നു. നല്ല രീതിയിൽ റിജക്റ്റ് ആവുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. വീണ്ടും മുകളിലേക്ക് പോകുന്നു, ദെൻ വീണ്ടും ഈ ഒരു ഏരിയയിൽ എത്തുന്നു, വീണ്ടും പ്രൈസ് റിജക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ പല തവണ ഈ ഒരു ഏരിയയിൽ പ്രൈസിന് റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയയിൽ തന്നെയാണ് ആ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ പല തവണ പ്രൈസ് റിജക്റ്റ് ആവുന്നുണ്ട്. ഇവിടെ 1, 2, 3, 4, 5, 6, 7 അങ്ങനെ പല തവണ ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് റിജക്റ്റ് ആവുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു റിജക്ഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് ഇവിടെ എടുക്കാം. ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് പോയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം 82% പ്രോഫിറ്റ് നമുക്ക് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ലോങ് ടേമിലേക്കൊക്കെയാണ് നിങ്ങൾ ഈ ഒരു കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ടൈം ട്രേഡാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള തൊട്ടടുത്തുള്ള ഈ റെസിസ്റ്റൻസ് ടാർഗറ്റായിട്ട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെ തന്നെയായിരിക്കും. കാരണം പല തവണ പ്രൈസിന് റിജക്ഷൻ സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. സെല്ലേഴ്സിന് ഈ ഒരു ഏരിയയ്ക്ക് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് താഴെയായിട്ടൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുക, അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് DODO USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആദ്യമേ തന്നെ കണ്ടെത്താം. ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പലതവണ പ്രൈസ് റിജക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് ഏകദേശം 0.83 0.63 എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രൈസ് നല്ല രീതിയിൽ റിജക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഇവിടെ പല തവണ റിജക്റ്റ് ആവുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് പല തവണ റിജക്റ്റ് ആവുന്നുണ്ട്. നമുക്കിവിടെ കുഴപ്പമില്ലാത്ത ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഏകദേശം ഒരു അവസാനത്തേക്ക് തന്നെയാണ് പ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇനിയും കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് പ്രൈസിന് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ അവസാനമാണ് നമുക്കിവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ ഒരു കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുന്നത് നന്നായിരിക്കും. നല്ല രീതിയിലുള്ളൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽസ്റ്റിക്ക് ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു എൻട്രി എടുക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് തീർച്ചയായിട്ടും നമ്മുടെ തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ഏരിയയിൽ തന്നെയാണ് വരിക. ഇത് നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. സോ ഇവിടെ നിന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 69% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ചെറിയ മൂവിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും DODO USDTയിൽ നമുക്ക് നിലവിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ സേഫായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ സംഭവിക്കുന്ന വരെ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഇവിടെ ഫോം ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 5 കോയിനുകളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. 5 കോയിനുകളിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും ഏത് രീതിയിലാണ് അതിൽ എൻട്രി എടുക്കേണ്ടത്, എപ്പോഴാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അതിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും കൂടി നടത്തിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.